ഹലോ, നമ്മുടെ സയൻസിലെ എയർ, വാട്ടർ ആൻഡ് വെതർ എന്നുള്ള യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ആ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ സെൻറ്റൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കണം. അതായത് ആ പാഠഭാഗം മൊത്തം നമുക്ക് പരീക്ഷയ്ക്ക് കുത്തിയിരുന്ന് വായിക്കുക എഴുതുക എന്നുള്ളത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അതുപോലെ നമുക്ക് റിവിഷൻ എന്ന പോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസ് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധയോട് കൂടി വീഡിയോ കാണുക. കണ്ടതിന് ശേഷം ആ ലൈൻസൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്തരം നമ്മുടെ ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് പഠിച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസ് എന്നുള്ളത് നോക്കാം. എയർ, വാട്ടർ ആൻഡ് വെതർ എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എയർ ആണ് കേട്ടോ. എയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്? വി ആർ സറൗണ്ടഡ് ബൈ ദ എയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ മൊത്തം എയർ ഉണ്ടെന്നാണ് പറയുന്നത്. വി ആർ സറൗണ്ടഡ് ബൈ എയർ. വി കനോട്ട് സീ ഇറ്റ്. എന്താണ് സംഭവിക്കുന്നത്? നമുക്കതിനെ കാണാൻ പറ്റില്ല. വി കനോട്ട് സീ ഇറ്റ്. ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് ബ്ലോസ്. അതായത് നമുക്കതിനെ കാണാൻ പറ്റില്ല, പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഫസ്റ്റ് ലൈൻ, വി ആർ സറൗണ്ടഡ് ബൈ എയർ. വി കനോട്ട് സീ ഇറ്റ് ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് ബ്ലോസ്. നമുക്കതിനെ അന്തരീക്ഷത്തിൽ മൊത്തം എയർ ഉണ്ട്, കാണാൻ പറ്റത്തില്ല, പകരം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. അങ്ങനെ മൂവ് ആവുന്ന എയറിന് പറയുന്ന പേരാണ് വിൻഡ്. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. എയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ. നമ്മുടെ എയറിനകത്ത് എന്തൊക്കെയുള്ള ഗ്യാസാണെന്നുള്ളത്? ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാതകങ്ങൾ. എയറിനകത്ത് എയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ. നെക്സ്റ്റ്, പ്ലാന്റ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മേക്ക് എ ഫുഡ്. എന്താണ്? പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മേക്ക് എ ഫുഡ്. നമ്മളെ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് നീഡ് ഓക്സിജൻ ടു ലിവ്. എന്താണ്? ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് നീഡ് ഓക്സിജൻ ടു ലിവ്. നമ്മുടെ ആനിമൽസും ഹ്യൂമൻസും നമ്മുടെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഓക്സിജൻ വേണം എന്നാണ് പറയുന്നത്. എയർ ആൾസോ ഹാസ് വാട്ടർ വേപ്പർ, ഡസ്റ്റ്, സ്മോക്ക് ആൻഡ് ജംസ്. പൊല്യൂട്ടഡ് എയർ മേക്സ് എ സിക്ക്. നമ്മുടെ എയറിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? വാട്ടർ വേപ്പർ വരുന്നുണ്ട്, ഡസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, സ്മോക്ക് ഉണ്ടാവുന്നുണ്ട് ആൻഡ് ജംസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കൂടി നമ്മൾ ചില സമയത്ത് നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. അങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ നമ്മൾ ബ്രീത്ത് ചെയ്തെടുക്കുന്ന സമയത്ത് സിക്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് പലവിധ രോഗങ്ങൾ വരുന്നുണ്ട്. നമ്മൾ എയറിലൂടെ സ്പ്രെഡ് ആവുന്ന വൈറസിനെയൊക്കെ പറ്റി പഠിച്ചിട്ടില്ലേ? അതാണ് പറയുന്നത്. എയർ ആൾസോ ഹാസ് വാട്ടർ വേപ്പർ, ഡസ്റ്റ്, സ്മോക്ക് ആൻഡ് ജംസ്. പൊല്യൂട്ടഡ് എയർ മേക്ക് സം സിക്സ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഫോംസ് ഓഫ് വാട്ടർ ആണ് അല്ലേ? വെള്ളത്തിൻ്റെ പല രൂപങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. വാട്ടർ ഈസ് എ ലിക്വിഡ്, ഇറ്റ് ഈസ് ഫ്ലോ. വാട്ടർ എന്ത് രൂപമാണ്? വാട്ടർ ലിക്വിഡ് ഫോം ആണ് അല്ലേ? ഇറ്റ് ഈസ് ഫ്ലോ. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ഈസ് എ ലിക്വിഡ്, ഇറ്റ് ഈസ് ഫ്ലോ. നെക്സ്റ്റ്, വെൻ ഹീറ്റഡ് ഇറ്റ് ചേഞ്ച് ഇൻ ടു വാട്ടർ വേപ്പർ. അതായത് വെൻ ഹീറ്റഡ്, നമ്മുടെ വാട്ടർ ചൂടാക്കുന്ന സമയത്ത് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. നമ്മുടെ വെള്ളം ചൂടാക്കുന്ന സമയത്ത് നീരാവിയായിട്ട് മാറുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? ഇവോപ്രേഷൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇവോപ്രേഷൻ മെയിൻ ആയിട്ടുള്ള ഒരു വേർഡാണത്. വെൻ ഹീറ്റഡ് ഇറ്റ് ചേഞ്ച് ഇൻ ടു വാട്ടർ വേപ്പർ. അതായത് ഇവോപ്രേഷനാണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ്, വാട്ടർ വേപ്പർ ഈസ് എ ഗ്യാസ്. നമ്മുടെ വാട്ടർ വേപ്പർ ഏത് ഫോമിലാണ്? ഗ്യാസ് ഫോമിലാണ് നമ്മുടെ വാട്ടർ വേപ്പർ ഉണ്ടാവുന്നത്. നമ്മൾ കാണാറില്ലേ? വെള്ളം ചൂടാക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്ന വാട്ടർ വേപ്പർ ഏത് ഫോമില? ഒരു ആവി പോലെ അല്ലേ? അത് ഗ്യാസ് ആണ് കേട്ടോ. ഗ്യാസ് ഫോമിലാണ് നമ്മുടെ വാട്ടർ വേപ്പർ മുകളിലോട്ട് വരുന്നത്. വെൻ കൂൾഡ് വേപ്പർ ചേഞ്ച് ബാക്ക് ടു വാട്ടർ. അതായത് പിന്നീട് ഈ വാട്ടർ വേപ്പർ ഗ്യാസ് ഫോമിൽ മുകളിലോട്ട് വന്ന് അവിടെ നിന്ന് അത് കൂളാവുന്നത്, കൂളായിട്ട് വീണ്ടും അത് വാട്ടറിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. അതിന് പറയുന്നതാണ് കണ്ടൻസേഷൻ. മെയിൻ ആയിട്ടുള്ള വേർഡാണ് കണ്ടൻസേഷൻ.
വെൻ കോൾഡ് വേപ്പർ ചേഞ്ച് ടു വാട്ടർ, അതിനെ പറയുന്നത് കണ്ടൻസേഷൻ. നെക്സ്റ്റ് വാട്ടർ ഫ്രീസ് ടു ഫ്രം ഐസ്, വാട്ടർ തണുക്കുന്നുണ്ടല്ലോ, വല്ലാണ്ടങ്ങ് തണുക്കുന്നില്ലേ, ഫ്രീസ് ടു ഐസ്, അതിനെ പറയുന്നതാണ് ഫ്രീസിങ്. വാട്ടർ ഫ്രീസ് ടു ഫ്രം ഐസ്, അതിനെയാണ് ഫ്രീസിങ്. നെക്സ്റ്റ് ഐസ് മെൽറ്റ് ബാക്ക് ടു വാട്ടർ, എന്താണ് ഐസ് മെൽറ്റ് ബാക്ക് ടു വാട്ടർ, ഐസ് മെൽട്ടായിട്ട് വാട്ടർ ഫോമിലേക്ക് വരുന്നുണ്ട്, അതിന് എന്നാ പറയുന്നത് മെൽറ്റിങ്. നെക്സ്റ്റ് 3 ഫോംസ് ഓഫ് വാട്ടർ, എന്തൊക്കെയാണ് വാട്ടറിൻ്റെ ഫോംസ്, വാട്ടർ, വാട്ടർ വേപ്പർ ആൻഡ് ഐസ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് വാട്ടർ സൈക്കിളാണ്. അതെന്തൊക്കെയാണ്, ഹീറ്റ് ഓഫ് ദ സൺ മേക്ക് വാട്ടർ ഇവോപ്പറേറ്റ് ഫ്രം റിവേഴ്സ്, സീസ്, ലേക്സ്. എന്താ പറയുന്നത്, ഹീറ്റ് ഓഫ് ദ സൺ ചൂടാകുന്ന സമയത്ത് മേക്ക് വാട്ടർ ഇവോപ്പറേറ്റ് ഫ്രം റിവർ, സീസ് ആൻഡ് ലേക്സ്. നമ്മുടെ സണ്ണ് ഹീറ്റ് ആകുന്ന സമയത്ത് ആ സണ്ണിൻ്റെ ഹീറ്റ് കൊണ്ട് നമ്മുടെ പുഴകളിലെയും കടലുകളിലെയും തടാകങ്ങളിലേക്ക് വെള്ളം ഇവോപ്പറേഷനാണ് നടക്കുന്നത്. അതായത് നമ്മൾ വാട്ടർ വേപ്പർ ആവുന്നില്ലേ, വാട്ടർ ഇവോപ്പറേറ്റ്, വെള്ളം നീരാവിയാവുന്നുണ്ട്. വാട്ടർ വേപ്പർ റൈസ് കൂൾ ആൻഡ് ഫോംസ് ക്ലൗഡ്സ്, അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ. അതായത് ഈ വാട്ടർ വേപ്പർ റൈസ് ആയിട്ട് അത് കൂളാവുന്നുണ്ട്, കൂളായിട്ട് മുകളിലോട്ട് എത്തിയിട്ട് എന്ത് ഫോമിലേക്ക്, ക്ലൗഡ് ഫോമിലേക്ക് അത് മാറുന്നുണ്ട്. അതായത് വെള്ളം പിന്നീട് മഴത്തുള്ളിയായിട്ടൊക്കെ മാറുന്നുണ്ട്. നെക്സ്റ്റ് ക്ലൗഡ്സ് ബ്രിങ് റെയിൻ, ഹെയിലോ, സ്നോ. ഈ ക്ലൗഡ്സ് പിന്നെ എന്തായിട്ട് വരുന്നുണ്ട്, ബ്രിങ് റെയിൻ ആയിട്ട് വരുന്നുണ്ട്, ഹെയിൽ ആലിപ്പഴം, അതുപോലെ സ്നോ, നമ്മുടെ മഞ്ഞുകട്ടകളൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഒരു ഫോമിലേക്കൊക്കെ നമ്മുടെ വെള്ളം മാറുന്നുണ്ട്. റെയിൻ വാട്ടർ ഫ്ലോ ബാക്ക് ടു ഇൻ ടു റിവർ, ലേക്സ്, സീസ്, സൈക്ലിംഗ് കണ്ടിന്യൂസ്. എന്താ സംഭവിക്കുന്നത്, ഈ റെയിൻ വാട്ടർ വീണ്ടും താഴോട്ടേക്ക് വന്ന് നമ്മുടെ റിവറിലും ലേക്കിലും സീയിലൊക്കെ വരുന്നുണ്ട്, വീണ്ടും അവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാച്ചുറൽ. പിന്നെ നമ്മൾ പഠിക്കുന്നത് വെതറാണ്. വെതറിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, വെതർ ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് പ്ലേസ് ആൻഡ് ടൈം. വെതർ ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ പ്ലേസ് ആൻഡ് ടൈം. ചില സമയങ്ങളിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ വെതർ ചേഞ്ച് ആവുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വെതർ ഡിപ്പെൻഡ് ഓൺ സൺ, എയർ ആൻഡ് വാട്ടർ. വെതർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സൺ, എയർ ആൻഡ് വാട്ടർ. നെക്സ്റ്റ് സൺ ഹീറ്റ് ദ ലാൻഡ്, വാം എയർ റൈസ്. നമ്മുടെ സണ്ണ് ഹീറ്റായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ വാം എയർ അവിടെ റൈസ് ആവുന്നുണ്ട്. കൂൾ എയർ റഷ് ഇൻ, നമ്മുടെ ആ സമയത്ത് ഹീറ്റ് എയർ വരുന്ന സമയത്ത് കൂൾ എയർ റഷസ് ഇൻ, നമ്മുടെ കൂളായിട്ടുള്ള എയർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിന് എന്താ പറഞ്ഞത്, വിൻഡ്. സൺ ഹീറ്റ് ദ ലാൻഡ്, വാം എയർ റൈസ്, കൂൾ എയർ റഷ് ഇൻ, ഇത് വിൻഡാണ്. ജെൻലി വിൻഡ്, ജെൻലി വിൻഡ് എന്ന് പറഞ്ഞാൽ ബ്രീസ്, ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്. സ്ട്രോങ് വിൻഡ് എന്നാൽ ഗെയിൽ, ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഹെവി റെയിൻ വിത്ത് സ്ട്രോങ് വിൻഡ്, അതിനെ സ്ട്രോം എന്നാണ് പറയുന്നത്. ഹെവി റെയിനും സ്ട്രോങ് ആയിട്ടുള്ള വിൻഡും വന്നു കഴിഞ്ഞാൽ അതിനെ സ്ട്രോം എന്നാണ് പറയുന്നത്. നമ്മളിവിടെ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, സ്ട്രോം വരുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഡാമേജസ് ഒക്കെ നമ്മുടെ നാച്ചുറൽ വരുന്നുണ്ട്. ബിൽഡിങ്ങിനൊക്കെ ഡാമേജസ് വരുന്നുണ്ട്, അതുപോലെ ട്രീസൊക്കെ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഹെവി റെയിനും സ്ട്രോങ് ഒക്കെ വരുന്ന സമയത്ത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് സീസണാണ്. സീസണിൽ ഇന്ത്യ ഹാസ് 3 മെയിൻ സീസൺ. ഇന്ത്യയിൽ 3 മെയിൻ ആയിട്ടുള്ള സീസണാണ് വരുന്നത്. സമ്മർ സീസൺ, റെയിനി സീസൺ, വിൻ്റർ സീസൺ. ദെൻ സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹോട്ട്, ലോങ് ഡേയ്സ്, പീപ്പിൾ ഡ്രിങ്കിങ് കൂൾ ഡ്രിങ്ക്സ്. അതായത് സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ വെരി ഹോട്ടാണ്, ലോങ് ഡേയ്സ്, അതിങ്ങനെ നീണ്ടു നിൽക്കും. ആ സമയം പീപ്പിൾസ് ഡ്രിങ്കിങ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാറുണ്ടെന്നാണ് പറയുന്നത്. കൂൾ ഡ്രിങ്ക്സ് മാത്രമല്ല, ഒരുപാട് വെള്ളം, മറ്റ് വെള്ളങ്ങൾ ധാരാളം കുടിക്കും. അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്കും നമ്മുടെ സമ്മർ സീസണിൽ. പിന്നെ റെയിനി സീസൺ, അതേപോലെ റെയിൻഫോൾ ഉണ്ടാകും, ഡാർക്ക് ക്ലൗഡ്സ് ഉണ്ടാകും. നമ്മുടെ റെയിനി സീസണിൽ എന്താ കാണാൻ പറ്റുന്നത്, ഹെവി റെയിൻ ആയിരിക്കും അല്ലേ, ഹെവി റെയിനും പിന്നെ കറുത്ത കാർമേഘങ്ങളൊക്കെ കാണാറില്ലേ ആകാശത്ത്, ഡാർക്ക് ക്ലൗഡ്സ്. പിന്നെ വിൻ്റർ സീസണാണ്.
വിൻ്റർ വെരി കോൾഡാണ്, ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ. ഷോർട്ട് ഡേയ്സ്, ചെറിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആ സമയത്ത് വൂളൻ ക്ലോത്ത്സ് യൂസ്. അതുപോലെ സ്നോഫാൾ ഇൻ സം പ്ലേസ്, ആ സമയത്ത് കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കും. അതുപോലെ ഈ സ്നോഫോളൊക്കെ ഉണ്ടാവും അല്ലേ ചില സ്ഥലങ്ങളിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് അടുത്ത യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആയിട്ട് വേഗം തന്നെ കാണാം.